മുത്തങ്ങയിലെ പോലീസ് കോൺസ്റ്റബിൾ അബ്ദുൽ സലാം വധശ്രമ കേസിൽ അപ്പീലുമായി എം ഗീതാനന്ദൻ ഹൈക്കോടതിയിൽ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കൽപ്പറ്റ സെഷൻസ് കോടതിയിലെ വിചാരണ നിയമവിരുദ്ധമാണെന്നും കേസിൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ല എന്നും ഹർജിയിൽ പറയുന്നു. മറ്റ് 3 പ്രതികളും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങളുമായി. സെയ്ഫ്, എന്താണ് ഈ അപേക്ഷയിലെ ആവശ്യം? 5 വർഷത്തെ തടവ് ശിക്ഷയാണ് കൽപ്പറ്റ സെഷൻസ് കോടതി അവർക്ക് എതിരെ വിധിച്ചത്. അതിനെതിരെയാണ് അപ്പീലുമായി എം ഗീതാനന്ദൻ അടക്കമുള്ള 3 പ്രതികൾ ശിക്ഷിക്കപ്പെട്ട 3 പേർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവർ ഉന്നയിക്കുന്ന ആവശ്യം ഈ ശിക്ഷാവിധി മരവിപ്പിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് 5 വർഷത്തെ തടവാണ് എം ഗീതാനന്ദൻ അടക്കമുള്ളവർക്ക് വിധിച്ചത്. അത് ബിനു അതുപോലെ തന്നെ രമേശൻ അടക്കമുള്ള ആൾക്കാർക്കാണ് ആ ശിക്ഷ വിധിച്ചത്. ഗീതാനന്ദൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അധികാരമില്ലാത്ത കേസാണ് CBI അന്വേഷിച്ചത്. കൽപ്പറ്റ സെഷൻസ് കോടതിയിലെ വിചാരണ തന്നെ നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് ഒരു വാദം. കേസിൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ല. കൊലപാതക കേസിലും വധശ്രമ കേസിലും ഒരേ മാനദണ്ഡം ബാധകമാകില്ല എന്നുള്ളതാണ് മറ്റൊരു വാദമായി പറയുന്നത്. തെളിവുകളുടെ പകർപ്പ് നൽകാതെയായിരുന്നു വിചാരണ നടത്തിയത്. CBI നടത്തിയ പുനരന്വേഷണം നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഈ വിഷയം ഹൈക്കോടതി ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് ശിക്ഷാവിധി റദ്ദാക്കണം എന്നുള്ളതാണ് ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.